കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ സ്കൂൾ അടച്ചുവിട്ട 2 മാസത്തെ അവധിയാണ്. അപ്പോൾ ഞാനും പിള്ളേരും കൂടെ ഒരു ചെറിയ ടൂർ പോവാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് എന്നൊക്കെ കാണിക്കാൻ പോകുന്നത്. നമസ്കാരം ബോസ്. ഞാൻ മോർണിംഗ് ജോലി കഴിഞ്ഞിട്ടാണ് കേട്ടോ ടൂർ പോകുന്നത്. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇത് ഞങ്ങള് റെന്റിന് എടുത്തിട്ടുള്ള കാറാണ് കേട്ടോ. ഒരു പെർ ഡേ 1000 rupees ഒക്കെ ആവത്തുള്ളൂ. സ്കെച്ച് മേടിച്ചോണ്ടായിരുന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ വലിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ. അമ്മയാണ് 2 ദിവസം നമ്മള് കോടീശ്വരനായിട്ട് ജീവിക്കാൻ പോകുന്നു. കുഞ്ഞൂസ് എവിടെ? കുഞ്ഞൂസ് എവിടെടാ? കുഞ്ഞൂസ് ഫസ്റ്റ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ന്യൂക്ലിയസ് മാളിലാണ് കേട്ടോ. അത് ഞങ്ങൾ വഴി തെറ്റി കയറിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഫോറം മാൾ അല്ല എന്ന്. പക്ഷെ ഇത് ഫോറം മാളാണ് എന്നും പറഞ്ഞ് തർക്കിച്ച് ഇതിന്റെ അകത്തോട്ട് കയറുന്നതാണ് ഈ കാണുന്നത്. അപ്പോ ഞാൻ നേരത്തെ ഫോറം മാൾ ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നപ്പോ ഇത് വേറെ എൻട്രൻസ് ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും ന്യൂക്ലിയസ് മാളിന്റെ അകത്തോണ്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ മോൾ ഭാഗത്ത് ഇതുപോലെ കുറെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു ഈച്ച പോലും ഇല്ല കേട്ടോ. 1-2 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതല്ലാതെ. എന്തെങ്കിലും തിന്നാൻ മേടിക്കുമ്പോ ആളിന് മനസ്സിലായപ്പോ ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടി കയറി തിരിച്ച് ഫോറം മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോറം മാളിലോട്ട് ഉള്ള പാർക്കിംഗ് ആണ്. ഫോറം മാൾ ലുലു മാളും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറം മാൾ ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ലുലുവിന്റെ സെയിം ഫുഡ് ലുലു ഔട്ട്ലെറ്റിൽ കിട്ടും കേട്ടോ. അപ്പൊ ഫോറം മാളിൽ ഞങ്ങൾ എത്തി. ഞങ്ങളിപ്പോ ഫോറം മാളിൽ വന്നിരിക്കുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടുണ്ട്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ കുറെ നാളുള്ള ആഗ്രഹമാണ് വലിയൊരു മാളിൽ കയറിയിട്ട് സിനിമ കാണുന്നുള്ളത്. ഇപ്പൊ കുഞ്ഞായിക്കുട്ടൻ തൊണ്ട് കോട്ടയെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പിള്ളേര്. അപ്പൊ നമ്മൾ നേരെ ചെല്ലുന്നത് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ലുലുവിന്റെ ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. എനിക്ക് സ്പൈസി നോൺ സ്പൈസിക്ക് ഒരു ടേസ്റ്റ് ഇല്ല. ആ കുഞ്ഞായിക്കും സ്പൈസി നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. അത് നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ മേടിച്ച പോരെ. ഫേവറേറ്റ് ഐറ്റം എരിവുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച മീഡിയം സ്പൈസി മലബാറി ഗ്രിൽഡ് ചിക്കൻ. അതിപ്പം മേടിക്കും. രാത്രി ഉണ്ടോ? സിനിമ കണ്ടു ഞാൻ ഇറങ്ങുന്നുണ്ടോ? ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ മീഡിയം സ്പൈസി മലബാറി ഗ്രിൽഡ് ചിക്കനും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. കഴിക്കണോളൂ. കുഞ്ഞൂസ് 2 ലെഗ്. മേളിലായിട്ട് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഞങ്ങൾ വേറൊരു ഫുഡിന്റെ ഏരിയയുടെ അടുത്താണ് വന്നിരുന്നത്. അവിടെ ശരിക്കും അവിടെ നിന്ന് മേടിച്ചവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഇതുകൊണ്ട് അവിടെ വെള്ളത്തിക്കളിയായിരുന്നു. അതിനകത്ത് കൈ നമ്മളിങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ തന്നെ വെള്ളം സോപ്പും ഒക്കെ അതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. അത് കണ്ട പിള്ളേർക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് കുറെ നേരം ഞാൻ കളിച്ച്. അപ്പൊ അവിടെ നിൽക്കണ ചേച്ചി കണ്ണിട്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല രസമാണ്. കയ്യിൽ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ തന്നെ അതിനകത്തോട്ട് സോപ്പും വരും വെള്ളവും വരും കേട്ടോ. അവസാനം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുറെ നേരം കൈയൊക്കെ കഴുകിയിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് സിനിമ ഉള്ളിടത്തിട്ടാണ്. തിയേറ്ററിൽ പടം തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. കാരണം 6:50 തുടങ്ങുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ 7:10 ആവാറുണ്ടായിരുന്നു. പടം തുടങ്ങിയിരോന്ന് ഓർത്ത് വളരെ സങ്കടപ്പെട്ടാണ് ഞങ്ങളവിടെ ചെന്നത്. പക്ഷെ ഭാഗ്യവശാൽ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചൂട്ട പോക്കോണാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. പോക്കോൺ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ചൂട്ടൻ. അത് കഴിഞ്ഞപ്പോ ഞങ്ങള് സിനിമ കാണാനായിട്ട് കയറി. അത് കഴിഞ്ഞപ്പോ പോപ്കോൺ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. 350 രൂപയുടെ പോപ്കോൺ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവിടെ ഏറ്റവും കുറഞ്ഞതിന് 350 രൂപയാണ് കേട്ടോ. പിന്നുള്ളത് 450 രൂപയാണ്. ഫോറം മോളിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ കണ്ടത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. പോയി മേടിച്ചോടാ എന്നെ വേണേലും ഞാൻ പൈസ കൊടുത്തോളാം.
തീർന്ന് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാന്ന് വിചാരിച്ചിട്ട് നേരെ ഫോർമോളിന്റെ ലുലു ഔട്ട്ലെറ്റിലോട്ട് പോയിട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് സാധാരണ മേടിക്കാറ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഏതാണ്ട് ക്ലോസിങ് സ്റ്റേജിലായിരുന്നു. പിന്നെ വയറിലൊട്ട് സ്ഥലമില്ലായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രിൽഡ് ചിക്കൻ വേണ്ടാന്ന് ചോദിച്ചു. ചെറുതായിട്ട് എന്തെങ്കിലും മേടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഫലൂഡ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഫലൂഡയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പടം തുറന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് പോയി. ഫ്രൈഡ് ചിക്കൻ എടുത്തു, പക്ഷേ അതിൻ്റെ കൂടെ മയോണൈസ് എടുക്കാനൊക്കെ ആയിട്ട് മറന്നു പോയിട്ടോ. അപ്പോൾ ഇത് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവർ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 വലിയ പീസ് ഫ്രൈഡ് ചിക്കനും ഒരു കൊക്കക്കോളയൊക്കെ ആയിട്ടുള്ള ഒരു പീസിന് 200 സംതിങ് വന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മാംഗോ ഫ്രൂട്ടി എടുത്തു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എടുത്തു. കപ്പ് മതി അതാ മെൽറ്റ് ആവില്ലല്ലോ. ആ ചുട്ട ഐസ്ക്രീം എടുത്തോടാ ഇഷ്ടമുള്ളത്. ഞങ്ങൾ ഐസ്ക്രീം എടുത്ത് നേരെ വണ്ടിയിലോട്ട് പോയി. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കുന്ന വഴി തന്നെ ഐസ്ക്രീം കഴിച്ചു. കാരണം അത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. കൂളിംഗ് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി ഞങ്ങളൊരു റൂം അന്വേഷിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എറണാകുളം വരെ പോന്നു ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട്. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് മാംഗോ മെഡോസിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. മാംഗോ മെഡോസിന്റെ എൻട്രി ടൈം വരുന്നത് 1 PM ചെക്ക് ഇൻ ടൈം വരുന്നത്. ചെക്ക് ഔട്ട് ടൈം വരുന്നത് പിറ്റേ ദിവസം 11 മണിക്കാണ്. അങ്ങനെ തപ്പിത്തടഞ്ഞ് ഒരു അവസാനം ഒരു റൂം കിട്ടിയിട്ടോ. അപ്പൊ അതിനകത്ത് ഫാനായിരുന്നു ഉണ്ടായിരുന്നത്, AC ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ AC റൂമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ ഉണ്ട് കൂടെ. ഇപ്പൊ എറണാകുളത്തുണ്ട്, വീട്ടിലല്ല എറണാകുളം. രാവിലെ തന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പോ വിശക്കുന്ന കാരണം കൊണ്ട് സൈഡിൽ ഹോട്ടലുകളൊക്കെ നോക്കി പോകുന്നെങ്കിലും ഒറ്റ കട തോന്നുന്നുണ്ടായില്ല. ഞങ്ങൾ അവിടുന്ന് അത്ര നേരത്തെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു റോയൽ ബേക്കറി കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞാവിടെ നേരെ കിടഞ്ചോയി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കിടഞ്ചോയി എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു ചെറിയ വിഷമം പോലെയായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ വണ്ടിയുടെ ഡോറ് ലോക്കല്ലായിരുന്നു, അത് കുഞ്ഞായാണ് കണ്ടുപിടിച്ചത് ഇരുന്ന സൈഡിൽ. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞായിട്ട് എനിക്ക് കിടഞ്ചോയി സമ്മാനമായിട്ട് മേടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ടൈം മാംഗോ മെഡോസിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കിടഞ്ചോയി സമ്മാനമായിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ തൽക്കാലത്ത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാനായിട്ട് ഞങ്ങള് റോയൽ ബേക്കറിയിലോട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഇതാണ് റോയൽ ബേക്കറി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യാതൊരു സാധനമില്ല, ലേസ് ഇല്ല, ചിപ്സ് ഇല്ല. കുഞ്ഞായി ഇതൊക്കെ ഇടഞ്ചോട് മുമ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുവാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറേ ദൂരം പോന്നു കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തറ എത്തി. അവിടെ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നല്ല നെയ്റോസ്റ്റും വടയും സാമ്പാറും ഒക്കെ കഴിച്ചു കേട്ടോ. പിള്ളേർക്ക് വലിയ ഇഷ്ടമായി നെയ്റോസ്റ്റ്. വളരെ നല്ല വെളുത്ത ചമ്മന്തി ഉണ്ടായിരുന്നു. ഹോട്ടലിന്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്നപൂർണ്ണ എന്നാ തോന്നുന്നു കേട്ടോ. ഞങ്ങൾ റോയൽ ബേക്കറിയിൽ നിന്ന് കപ്പ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ കട്ട് ചെയ്ത പീസ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ അച്ഛയായിട്ട് വഴക്കിട്ടിട്ട് അച്ഛ പറഞ്ഞ് രാവിലെ തന്നെ മധുരം കഴിക്കുന്നു. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടമായിരുന്നു. ഞാനത് മേടിച്ച് വണ്ടിയിൽ വെച്ചു 3 പീസ്. പക്ഷെ അതവർക്ക് ഞാൻ രാത്രിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നെയ്റോസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് കഴിച്ചോളാം പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ട. കപ്പ് കേക്ക് പക്ഷെ അവർ കഴിച്ചു കേട്ടോ. കപ്പ് കേക്ക് അവർ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വിശന്നിരിക്കുന്നുണ്ട്. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പാട്ടൊക്കെ പാടി. കാരണം എൻ്റെ മൊബൈലിൽ ചാർജ് കുറവായിരുന്നു, എക്സ്ട്രാ ഫോൺ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ 1-ാം മല കയറി പോവണ്ടേ എന്ന ആ പാട്ടൊക്കെ പാടിട്ടോ. പിന്നെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പം കുഞ്ഞൂസിന്റെ ബാക്കിലോട്ട് ഇരുത്തി. ഇത്ര സമയം കുഞ്ഞൂസായിരുന്നു ഫ്രണ്ടിലിരുന്നത്. പിന്നെ കുഞ്ഞായിക്ക് ഫ്രണ്ടിലിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞായിനെ ഫ്രണ്ടിലോട്ട് ഇരുത്തിട്ടോ. അപ്പൊ കുഞ്ഞായി എൻ്റെ മൊബൈൽ മേടിച്ചിട്ട് കുറച്ച് എന്തൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൂസാണ് എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരെ നമ്മളത് മാംഗോ മെഡോസിൽ എത്തിയിരിക്കുന്നത് 2 പാട്ട് അല്ലെങ്കിൽ 3 പാട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇത് ലോങ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഒത്തിരി ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് മാംഗോ മെഡോസിലേക്ക് വണ്ടി തിരിക്കുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കോട്ടേജ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ നമ്മുടെ സൂക്കേസ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ അകത്ത് കൊണ്ടുപോയി വെച്ചു. വളരെ വാം വെൽക്കം ആണ് കേട്ടോ. അവരെ ചുറ്റിക്കറക്കി കാണിക്കൂ.
നമ്മളിപ്പോ മാംഗോ ബ്രിഡ്ജിൽ എത്തിയേക്കാണ്. അച്ഛാമ്മനെ വിളിക്കാമോ? Freedom to have the things you've been looking for brush. No water when you like it. I could point it down, so much that's better settle down. No, they said the hound bite me in the ass, put me in the ground, turn me into ash, but to carry down. But before you came up and told me, I need to change up the story. I need to work in the morning. I need my people in the morning, man. Get that nigga right every morning. I like it to be for a person, dog. You like an animal market. കാണുന്നൊരു കുഞ്ഞ് കോട്ടേജാണ് കേട്ടോ നമ്മുടെ കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് കൂട്ടുകുടുംബമാണ്, അതായത് ഒത്തിരി ആൾക്കാർ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കൊരു സെപ്പറേറ്റ് ഭാഗമായിട്ട് തന്നിരിക്കുന്നത്. അതാണ് ഞാൻ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ ഇത് ഇൻക്ലൂഡ് ആയിട്ട് അതുപോലെ ഒരു കയറി വരുന്നൊരു വിസിറ്റിംഗ് റൂം. പിന്നെ അകത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇതിനകത്ത് നിരന്ന് കിടക്കാം. അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ബാത്റൂമാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിള്ളേരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബാത്റൂം നല്ല വിശാലമായ ബാത്റൂമാണ് കേട്ടോ. അപ്പം അത് അടിപൊളിയായിട്ടുണ്ട്. ബാത്റൂമിൻ്റെ അകത്തേന്ന് ഇത് കുളിമുറി, പിന്നെ ഇത് കക്കൂസാണ് കേട്ടോ. കക്കൂസ് അടിപൊളിയാണ്. പിന്നെ അവിടെ നമുക്കത് ഇരുന്ന് മുടി ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്റ്റൂളും ഒക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞൂസ് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. കൊച്ചിന്റെ മേത്ത് കാല് കൊള്ളരുത്. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന കോട്ടേജ്. അവിടെ അവർ വെച്ചിരിക്കുന്ന കാപ്പി ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങള്, കാപ്പിപ്പൊടി, ചൂടുവെള്ളം. അത് കെറ്റില് ചൂടുവെള്ളം, ഇലക്ട്രിക് കെറ്റിലാണ്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാപ്പ സ്നാക്സ് നമുക്ക് കഴിക്കാൻ വെച്ചേക്കണെയാണ്. പിന്നെ എന്തുവാ എക്സ്ട്രാ പേയ്മെന്റ് വരുമോ? അത് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞായി ഇവിടെ സ്നിക്കേഴ്സ് ഒക്കെ അവരവിടെ ഒരു കുഞ്ഞി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അതിന് 70 രൂപയാണ് കേട്ടോ പക്ഷെ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ചിക്കൻ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇതിന് ഒടുക്കത്തെ വിലയാണ്. പക്ഷെ പിള്ളേർ 2 സ്നിക്കേഴ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് സൈക്കിൾ വെച്ചേക്കണ സ്ഥലം. ഇത് നമ്മള് കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ. പിന്നെ ഗൈഡിനെ കിട്ടാത്ത തന്നെ മൊത്തം കലിപ്പായത്. ഗൈഡിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 1 മണിക്ക് തരാമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞ് 2 മണി ആവട്ടെ എന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടും ഉള്ള സമയമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്കാണെങ്കിൽ വിശക്കൊന്നുമില്ല, എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം വിശന്നാൽ നിങ്ങളല്ലാതെ ആവും എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. എന്തായാലും ഞങ്ങൾ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് സൈക്കിൾ ഷോപ്പ്. നമ്മൾ കോട്ടേജ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൈക്കിൾ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് 4 പേർക്ക് കൂടെ ചവിട്ടാം. ഇതെടുത്താലോ? അതെങ്ങനെയാ? ആ ശരിയാ, ഓക്കെ ബാ. ഏതെങ്കിലും നല്ല അടിപൊളി സൈക്കിൾ ഒക്കെ എടുത്തോടാ. ഇത് നിങ്ങൾക്ക് അറിയില്ലല്ലോ ചവിട്ടാൻ. നിങ്ങൾ ഉരുണ്ട് വീഴാന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഞാൻ 3 പേർക്ക് ഓരോ സൈക്കിൾ മേടിച്ചു കൊടുത്തേനെ. പിള്ളേരെ നിങ്ങൾക്ക് അവിടെ ചവിട്ടാൻ സ്ഥലമില്ലാത്ത കാരണം, അല്ലെങ്കിൽ 3 പേർക്ക് ഓരോ സൈക്കിൾ അമ്മ മേടിച്ചു തന്നേനെ. കുഞ്ഞൂസ് ആദ്യമേ സൈക്കിൾ വിട്ടാണ്. മണിയപ്പോൾ ഗൈഡ് വിളിച്ചപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു. അതുകൊണ്ട് 2:30 ഞങ്ങൾക്ക് ഗൈഡിനെ കിട്ടിയത്. പിന്നെ ഞങ്ങൾ 250 ചാർജിൽ ഒരു ഗൈഡിനെ എടുത്തു. ഒരു ഓട്ടോറിക്ഷയ്ക്ക് അത് ഞങ്ങൾ മൊത്തം ചുറ്റിക്കറങ്ങി കാണിച്ചു. അത് പിള്ളേർക്ക് ഇഷ്ടമായി. എങ്കിലും നിങ്ങൾ ഒരു സൈക്കിൾ എടുത്ത് നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങി കാണാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി വരുമ്പോൾ ഗൈഡിനെ എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ജീവിതത്തിൽ സൈക്കിൾ കാണാത്ത പിള്ളേർ അതിനകത്ത് കയറ്റി ചവിട്ടിക്കോളാൻ പറഞ്ഞു. വലിയ സൈക്കിൾ അവൈലബിൾ അല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. പിന്നെ എനിക്ക് സൈക്കിൾ ഓട്ടാൻ ഒട്ടും അറിയത്തുമില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സൈക്കിൾ എടുത്തിട്ടേ ഇല്ല.
ഞാൻ ഒരു 3 ചക്രമുള്ള സൈക്കിളാണ് കേട്ടോ ഞാൻ ഓടിക്കാൻ വേണ്ടി എടുത്തത്. എന്തായാലും കുട്ടികൾ എന്നെ പോലെ അല്ല, അവർ പെട്ടെന്ന് തന്നെ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. അവർ അതിലൂടെയൊക്കെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് നടക്കുവാണേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് പുറത്തേട്ട് ഇറങ്ങുവാണ്. വേണമെന്ന് അപ്പ എടാ ബ്രേക്ക് പിടിച്ചാൽ മതി കുഞ്ഞൂസ് നിർത്താൻ. അതിനിപ്പോ ടോട്ടൽ 4 ടയർ ഉണ്ട്. അത് ധൈര്യമായിട്ട് ഓടിക്കോ. അങ്ങനെ അമ്മയുടെ കുഞ്ഞൂസൻ സൈക്കിൾ ഓട്ടുവാണ്. സൂപ്പറായിട്ട് ചവിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അവര് സൈക്കിൾ ഓട്ടും, ഞങ്ങൾ നടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും മടുത്ത്. പിന്നെ ഇവിടുത്തെ ഈ ഫാം ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പശുവിനെയും കാളേനെയും ഒക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ കുട്ടികൾ സൈക്കിൾ ഓട്ടുമ്പോൾ നമ്മൾ നടക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് എഫോർട്ടാണ്. ആ 4 പേര് കിടന്ന സൈക്കിൾ ആദ്യമേ തന്നെ എടുത്തിരുന്നെങ്കിൽ ഇത്ര ക്ഷീണം വരത്തില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ അതിലൂടെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ കാണുവാണ്. അപ്പോൾ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞൂസിന്റെ സൈക്കിൾ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇവിടെ മിക്ക സൈക്കിളും തന്നെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. അത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായെന്നാ പറഞ്ഞത്. പിന്നെ ഈ 3 ചക്രമുള്ള സൈക്കിൾ എടുത്തു. ഇത് കുഞ്ഞൂസ് ചവിട്ടിയിട്ട് അവൾക്ക് കാലുവേദന എന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയായപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര ചിത്താന്തോ. പിന്നെ കുറെ മാങ്കോ ബാർ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് കരച്ചിൽ നിർത്തിയത്. കരച്ചിലൂടെ കണ്ടോടുകൂടി പിന്നെ എങ്ങനെയും തിരിച്ചു പോയാൽ മതി, കാശ് പോയി എന്നുള്ളൊരു അവസ്ഥയിലെത്തി. സത്യത്തിൽ അവർ ഗൈഡിനെ തരാത്ത കാരണം കൊണ്ട് ഭയങ്കര ദേഷ്യമായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ചുമ്മാ ഈ ഏക്കർ കണക്കിന് സ്ഥലത്ത് കിടന്ന് കറങ്ങുകയും ചെയ്യുന്ന കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോയി ഫുഡ് കഴിക്കാം, അവരുടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ സാധാരണ കോമൺ ആൾക്കാർ കഴിക്കുന്നിടത്ത് പോയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. 200 രൂപയായിരുന്നു കേട്ടോ ഫുഡിന് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നിനും കൊള്ളില്ലാത്ത ഫുഡായിരുന്നു. ഒരു ഭക്ഷണം മീൻ വറുത്തത് കിട്ടിയത് മാത്രമാണ് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം വളരെ മോശമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കോട്ടേജ് എടുത്തിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് ഇവർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഞാൻ വണ്ടി കയറിയിരുന്നപ്പോൾ കുഞ്ഞൂസ് കുറച്ചു നേരം തള്ളി വിടുവാണ് കേട്ടോ. ഞാൻ അവളോട് തള്ളണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി നീങ്ങുന്നില്ലാത്തതുകൊണ്ട് അവൾ അതിനകത്ത് തള്ളി എന്നെ സഹായിക്കുവാണ്. ഷൂട്ട് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. കുഞ്ഞൂസ് കൊതി കുത്തി കാല് വേദന എടുക്കാന്ന് പറഞ്ഞ് ചിത്താന്ന് തുടങ്ങി. അപ്പൊ ഞാൻ കരച്ചിലും മറ്റേ ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പൊ കുഞ്ഞായി ബ്ലൂബെറി മതി എന്ന് പറഞ്ഞത്. അച്ചു അത് കണ്ടു ബ്ലൂബെറി മതി വന്നു. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം അത് ഞാൻ കഴിക്കേണ്ട വന്നു. ബ്ലൂബെറി തലയ്ക്ക് പിടിച്ചു. കുഞ്ഞൂസ് ബുദ്ധിപരമായി മാങ്കോബാർ മേടിച്ചു. അവൾക്കത് ഇഷ്ടമായി. ഇവിടെ കുഴിയാനാന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. കുഴിയാനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. കുറെ പാത്രങ്ങൾ മാത്രമുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇതുകൊണ്ട് ഒരു കുളക്കടവിലോട്ട് പോയി. അവിടെ അമ്പലക്കുളം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അവിടെ കുറെ മീൻതീറ്റ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഞങ്ങൾ അവിടുത്തെ തീറ്റയൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ അവരുടെ എടുത്തോളം പറഞ്ഞെങ്കിൽ അവരുടെ കയ്യിൽ ഒരു പാക്കറ്റ് തീറ്റ ഉണ്ടായിരുന്നു. നമ്മൾ കോട്ടേജ് യൂസ് ചെയ്യുന്നവർക്ക് അവർ ഒരു പാക്കറ്റ് മീൻതീറ്റ നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പൊ അതാണ് നമ്മള് മീനിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ മാങ്കോമഡോസിൽ വന്നത് ഭയങ്കര വർത്തായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വളരെ റിലാക്സിങ് ആണ് ഇത്. ഇപ്പൊ ഇവിടെ കുളക്കടലിൽ ഇരിക്കുന്നതിന് മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും. മീൻ തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാം. പ്രായമായവർക്കും കുട്ടികൾക്കും വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസം വൈകിട്ട് 4 മണി വരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ലോങ് ആവുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാനിപ്പോ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പൊ ഇതിന്റെ പാർട്ട് 2 നിങ്ങൾ മറക്കാതെ കാണുക. ഞങ്ങളിവിടെ തീറ്റയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റ്, ഒരു പേപ്പർ പാക്കറ്റിനകത്താണ് ഇവർ തീറ്റ തരുന്നത്. നമ്മൾ ഗൈഡിന്റെ കൂടെ പോയാലാണ് സാധാരണ അവർ തീറ്റ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നു കേട്ടോ അവര്. ഞാൻ എന്നിട്ട് അതിന് പേയ്മെന്റ് അടയ്ക്കാന്ന് പറഞ്ഞു. ഗൂഗിൾ പേ എന്നുണ്ടെങ്കിൽ അവര് പേയ്മെന്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതെ ഇതുപോലെയാണ് കേട്ടോ കൊളക്കട. ഒരു മീനിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, അത്ര വിസിബിൾ ഒന്നും അല്ല. പക്ഷെ ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളുള്ള സ്ഥലം വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ അധികം ആൾക്കാരൊന്നും വരുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് കാണാത്ത കുറെ സ്ഥലങ്ങളും കൂടെ ഇനി ബാക്കിയുണ്ട്. അത് നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോകുമ്പോൾ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എനിക്ക് മീനോട്ട് മാത്രമായിട്ട് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ മീനിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് പ്ലേസ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ പണ്ട് കാലത്തെ പുഴകളിലോട്ടൊക്കെ മരങ്ങൾ നീങ്ങി നിൽക്കുന്ന പോലെ കണ്ടോ, ചെടികൾ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കണുണ്ടോ. അവിടെ ഓക്സിജൻ ലെവൽ കൂടുതലായിരിക്കും വെള്ളത്തിന്.
എൻ്റെ പൊന്നെ എന്തോരം മീനാ. കൃത്യം 2:30 ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കോള് വന്നു കേട്ടോ. ദേവിക എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. റിസപ്ഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പരിചയപ്പെട്ടതാണ്. നമുക്ക് അവരുടെ ഒന്നും ഫോട്ടോസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അവരുടെ ഒന്നും ഫേസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി, നമുക്ക് പോകാനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോട്ടയം ചെന്നപ്പോൾ തന്നെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. മുറുകെ പിടിച്ചിരുന്നോളാം.